ഹേമ കമ്മിറ്റി നിർദ്ദേശങ്ങൾ സിനിമാ നയത്തിൽ നിർബന്ധമായും ഉൾപ്പെടുത്തണമെന്ന് മുഖ്യമന്ത്രിയോട് ആവശ്യപ്പെട്ടതായി വിമൻ ഇൻ സിനിമ കളക്ടീവ്. ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തുവിട്ട സാഹചര്യത്തിൽ രൂപം കൊണ്ട പ്രത്യേക അന്വേഷണ സംഘത്തിന്റെ ടേംസ് ഓഫ് റെഫറൻസ് ലഭ്യമാക്കണമെന്ന് മുഖ്യമന്ത്രിയോട് ആവശ്യപ്പെട്ടു. കമ്മീഷന് മുമ്പാകെ മൊഴി കൊടുത്ത സ്ത്രീകളുടെ സ്വകാര്യത സംബന്ധിച്ച് ആശങ്കകൾ മുഖ്യമന്ത്രി അറിയിച്ചതായും ഇവർക്ക് നിയമസഹായവും കൗൺസിലിംഗും നൽകാനുള്ള സാധ്യതകൾ സംസാരിച്ചുവെന്നും WCC പുറത്തിറക്കിയ വാർത്താക്കുറിപ്പിൽ വിശദീകരിച്ചു. ഇന്നലെയാണ് WCC പ്രതിനിധികൾ മുഖ്യമന്ത്രിയെ കണ്ടത്. WCC ഇന്നലെ 11/9/2024 ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയെ കണ്ട് താഴെ പറയുന്ന വിഷയങ്ങൾ ചർച്ച ചെയ്യുകയുണ്ടായി. ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തുവിട്ട സാഹചര്യത്തിൽ രൂപം കൊണ്ട SITയുടെ ടേംസ് ഓഫ് റെഫറൻസ് ലഭ്യമാക്കണമെന്നും മൊഴി കൊടുത്ത സ്ത്രീകളുടെ സ്വകാര്യതയും മൊഴികളുടെ രഹസ്യാത്മകതയും സൂക്ഷിക്കേണ്ട ആവശ്യകത ഏറെ പ്രധാനമാണെന്നതിനാൽ ഇതിലുള്ള ഞങ്ങളുടെ വളരെ ആഴത്തിലുള്ള ആശങ്ക മുഖ്യമന്ത്രി അറിയിക്കുകയും ചെയ്തു. ഹേമ കമ്മിറ്റിയിൽ മൊഴി നൽകിയ സ്ത്രീകളുടെ പിന്തുണയ്ക്കായി ലീഗൽ എയ്ഡും കൗൺസിലിംഗും ഏർപ്പെടുത്താനുള്ള സാധ്യത ഞങ്ങൾ ആരായുകയുണ്ടായി. തൊഴിലിടത്തെ ലൈംഗിക പീഡന നിരോധന നിയമപ്രകാരമുള്ള ഇന്റേണൽ കമ്മിറ്റി നടപ്പിലാക്കൽ പ്രായോഗികമായും ഗുണപരമായും മെച്ചപ്പെടുത്തേണ്ടതിൻ്റെ ആവശ്യകതയെക്കുറിച്ച് ഞങ്ങൾ തുടർന്ന് സംസാരിച്ചു. മറ്റ് തൊഴിലിടങ്ങളിലേതിന് സമാനമായി സിനിമയിലെ IC ബന്ധപ്പെട്ട വിഷയങ്ങളിൽ വനിതാ ശിശുക്ഷേമ വകുപ്പിനെ കൂടി ഉൾപ്പെടുത്തുന്നതിൻ്റെ സാധ്യതയെക്കുറിച്ചും IC മോണിറ്ററിംഗ് കമ്മിറ്റിയെ സർക്കാരിൻ്റെ ഗൗരവ ശ്രദ്ധ ലഭിക്കും വിധത്തിൽ പുനഃക്രമീകരിക്കുന്നതിൻ്റെ ആവശ്യകതയും ICയെക്കുറിച്ച് കൃത്യമായ ബോധവൽക്കരണം നൽകേണ്ടതിൻ്റെ ആവശ്യകതയും ഞങ്ങൾ ചൂണ്ടിക്കാണിച്ചു. ഹേമ കമ്മിറ്റി നിർദ്ദേശങ്ങൾ സിനിമാ നയത്തിൽ നിർബന്ധമായി ഉൾപ്പെടുത്തണമെന്ന് ഞങ്ങൾ സംസാരിച്ചു. 2021 സാംസ്കാരിക വകുപ്പിന്റെ നിർദ്ദേശപ്രകാരം സിനിമാ നയത്തിൽ ഉൾപ്പെടുത്തിയതിന് WCC തയ്യാറാക്കിയ നിർദ്ദേശങ്ങളുടെ പകർപ്പ് കത്തിനോടൊപ്പം നൽകിയിട്ടുണ്ട്. നയരൂപീകരണത്തിൽ സ്ത്രീകളുടെ അഭിപ്രായങ്ങൾക്കും ചിന്തകൾക്കും തുല്യമായ ഇടം കൊടുക്കേണ്ടതിന്റെ ആവശ്യകത ഞങ്ങൾ ഊന്നി പറഞ്ഞു. സംവിധായകന്മാർക്ക് നൽകി വരുന്ന ഫിലിം ഫണ്ട് വർദ്ധിപ്പിക്കണമെന്നും കൃത്യമായ സ്ത്രീപക്ഷ സമീപനത്തോടെ സ്ത്രീകളുടെ നേതൃത്വത്തിൽ നേരത്തെ ഫണ്ട് ഉപയോഗിച്ച് സിനിമ ചെയ്ത സ്ത്രീകളുടെ അനുഭവങ്ങൾ കൂടി കണക്കിലെടുത്തുകൊണ്ട് ഈ ഫണ്ടിന്റെ വിനിയോഗത്തിലേക്ക് പുതുക്കിയ മാർഗരേഖ ഉണ്ടാക്കുന്നതിന്റെ ആവശ്യകത ഞങ്ങൾ അറിയിച്ചു. സിനിമാ മേഖലയിൽ കൂടുതൽ സ്ത്രീകൾക്ക് അവസരം ലഭിക്കുവാൻ ഫിലിം സ്കൂളുകളിൽ പ്രവേശനം ലഭിക്കുന്ന പെൺകുട്ടികൾക്ക് ഫീസ് കൺസെഷനോ സ്കോളർഷിപ്പോ നൽകുന്നതിന്റെ ആവശ്യകത ഞങ്ങൾ 2017 സമർപ്പിച്ച നിവേദനത്തിൽ പറഞ്ഞത് ഈ അധ്യയന വർഷം മുതൽ നടപ്പാക്കണമെന്ന് ഞങ്ങൾ ആവർത്തിക്കുകയുണ്ടായി. ഞങ്ങളുടെ ആശങ്കകളും ആവശ്യങ്ങളും ഏറ്റവും അനുഭാവപൂർവ്വം പരിഗണിക്കാമെന്ന് മുഖ്യമന്ത്രി ഉറപ്പു തന്നു. ഹേമ കമ്മിറ്റി റിപ്പോർട്ടിന്റെ പശ്ചാത്തലത്തിൽ ഗവൺമെന്റ് മുൻകൈയെടുത്ത് അടിയന്തരമായി നടപ്പാക്കണമെന്ന WCC നിർദ്ദേശങ്ങളുടെ ആദ്യ ഭാഗം ഇന്ത്യയിലെ 5 സിനിമാ വ്യവസായങ്ങളെക്കുറിച്ച് സഖി റിസോർച്ച് സെന്ററിനൊപ്പം WCC നടത്തിയ പഠന റിപ്പോർട്ട് എന്നിവ മുഖ്യമന്ത്രിക്ക് തുടർ നടപടികൾ ആവശ്യപ്പെട്ടുകൊണ്ട് സമർപ്പിച്ചു. മൊഴി കൊടുത്ത സ്ത്രീകളുടെ സ്വകാര്യതയിൽ ആശങ്ക അറിയിച്ചുവെന്നും കുറിപ്പിൽ വ്യക്തമാക്കുന്നു. ദീദി ദാമോദരൻ, റിമ കല്ലിങ്കിൽ, ബീന പോൾ, രേവതി തുടങ്ങിയവരായിരുന്നു ഇന്നലെ മുഖ്യമന്ത്രിയെ കണ്ട സംഘത്തിലുണ്ടായിരുന്നത്. മുഖ്യമന്ത്രിയുടെ ഓഫീസിലായിരുന്നു കൂടിക്കാഴ്ച. പ്രശ്നപരിഹാരം എന്ന ലക്ഷ്യമാണ് ഉള്ളതെന്നും സർക്കാരുമായി ചേർന്ന് എന്ത് ചെയ്യാൻ കഴിയുമെന്നാണ് ആലോചിക്കുന്നതെന്നും കൂടിക്കാഴ്ചയ്ക്ക് ശേഷം ഇന്നലെ റിമ കല്ലിങ്കിൽ പ്രതികരിച്ചിരുന്നു. ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പഠിക്കാൻ അഞ്ജലി മേനോൻ, പത്മപ്രിയ, ഗീതു മോഹൻദാസ് തുടങ്ങിയവരെ WCC ചുമതലപ്പെടുത്തിയിരുന്നു. ഇവർ രൂപപ്പെടുത്തിയ നിർദ്ദേശങ്ങളായിരുന്നു ഇവർ സർക്കാരിന് സമർപ്പിച്ചത്. WCCയുടെ ആവശ്യപ്രകാരമാണ് സിനിമാ മേഖലയിലെ സ്ത്രീകളുടെ പ്രശ്നങ്ങൾ പഠിക്കാൻ സർക്കാർ ജസ്റ്റിസ് ഹേമ കമ്മിറ്റിയെ നിയോഗിച്ചത്. അതേസമയം ഹേമ കമ്മിറ്റിയിൽ മൊഴി നൽകിയവരുടെ പേരുകൾ പുറത്തു വരരുതെന്നും WCC അംഗങ്ങൾ മുഖ്യമന്ത്രിയുമായി നടത്തിയ കൂടിക്കാഴ്ചയിൽ ആവശ്യപ്പെട്ടിരുന്നു. ഹേമ കമ്മിറ്റിയിൽ മൊഴി നൽകിയവരുടെ പേരുകളും അവർ നൽകിയ വിവരങ്ങളും പുറത്തു വരാൻ പാടില്ലെന്നും WCC അംഗങ്ങൾ ആവശ്യപ്പെട്ടിരുന്നു.